എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം അല്ലേ. അപ്പൊ ഛേദം സെയിം ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവ തമ്മിൽ കൂട്ടേണ്ടതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. അതിനെ നോക്കി എത്ര പീസ് ആക്കിയിട്ടുണ്ട്? 6 പീസ് ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന് ഞാനിപ്പോ നോക്കിയാൽ ബ്ലൂ കളർ കൊടുത്തു വിചാരിക്കാം. ഇതിനിപ്പോ ഞാനിത് ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗത്തിന് ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്? മൊത്തം 6 ഭാഗം, അതിൽ ഒരു ഭാഗത്തിന് അല്ലെ. അപ്പൊ നാം ഇതിനെ പറയും 1/6 എന്ന് പറയും. ഓക്കെ, ഇനി ഈ രണ്ട് ഭാഗത്തിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു വിചാരിക്കാം. ഈ രണ്ട് ഭാഗത്തിന് ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 6ൽ 2 ഭാഗത്തിന് ബ്ലാക്ക് കളർ കൊടുത്തു അല്ലെ. അപ്പൊ 2/6 ആണല്ലോ. അപ്പൊ മൊത്തം എത്ര ഭാഗത്തിന് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്? നമുക്കറിയാം, ആദ്യം 1/6 ഭാഗം, പിന്നെ 2/6 ഭാഗം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ഛേദം, ഇതാണ് ഛേദം എന്ന് പറയുന്നത്, അതായത് ഡിനോമിനേറ്റർ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നാം എന്ത് ചെയ്താൽ മതി? അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതും, 6 അങ്ങനെ തന്നെ എഴുതും അല്ലെ. പിന്നെയോ ഈ 1ഉം 2ഉം ഇതിന്റെ അംശം, അതായത് ന്യൂമറേറ്റർ എന്ന് പറയും, ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടും അല്ലെ. അപ്പൊ 2ഉം 1ഉം 3. അപ്പൊ നമുക്ക് 3/6 എന്ന് കിട്ടി. അതായത് ഇതിനെ 6 തുല്യ കഷ്ണങ്ങളാക്കിയതിൽ 3 ഭാഗത്തെ നാം എന്ത് കൊടുത്തു? കളർ കൊടുത്തു എന്ന് പറയാം അല്ലെ. അപ്പൊ നാം ഇതിനെന്ത് ചെയ്യും? ഇനി ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ 3/6 ആണ്. അപ്പൊ 2നെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുമ്പോൾ 1 കിട്ടി, ബൈ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് 1/2 കിട്ടി. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അല്ലെ അടിയിലുള്ളതിന്റെ പകുതിയാണ് മുകളിലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. ഏത് സംഖ്യയായാലും അടിയിലുള്ളതിന്റെ പകുതി മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനടി 1/2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ സർക്കിളിന്റെ 1/2 ഭാഗം, അതായത് പകുതി ഭാഗമാണ് നാം എന്ത് ചെയ്തിട്ടുള്ളത്? കളർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇതിന്റെ ഈ ഛേദങ്ങൾ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ല എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോ 1 ഇതും 6 ഇതും 6 തന്നെയാണ് അല്ലെ, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, നമുക്ക് ഉത്തരായി അല്ലെ. പക്ഷെ ഇത് സെയിം അല്ലെങ്കിലോ? അതാണ് നാം ഇത് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. ഈ സർക്കിളിനെ നോക്കിയാൽ 4 ഭാഗമാക്കി. അപ്പൊ ഇത്രയും ഭാഗത്തിന് ഞാൻ കളർ കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സർക്കിളിനെ 4 ഭാഗമാക്കിയത് ഒരു ഭാഗത്തെയാണ് ഞാൻ കളർ കൊടുത്തത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/4 എന്ന് പറയാം. 1/4, 4 ഭാഗമാക്കിയത് ഒരു ഭാഗത്തിന് ഞാൻ കളർ കൊടുത്തു. ഇനി ഇതേ അളവിലുള്ള മറ്റൊരു സർക്കിൾ, ഒരു വ്യത്യാസവും ഇതേ അളവിലുള്ള ഇതേ വലിപ്പത്തിലുള്ള മറ്റൊരു സർക്കിളാണിത്. സർക്കിളിന്റെ ഇത്രയും ഭാഗത്തിന് ഞാൻ കളർ കൊടുത്തു. ഇത് ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് ഇവിടെ വെക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഭാഗം, ഈ സർക്കിളിന്റെ എത്ര ഭാഗം ഞാൻ കളർ കൊടുത്തു? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് 1/4 ആണ് അല്ലെ. 4ൽ ഒരു ഭാഗത്ത് നമ്മൾ കളർ ചെയ്തു. ഇതാണെങ്കിലോ 8 ഭാഗമാക്കിയതിൽ 3 ഭാഗത്തെ നാം കളർ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3/8 അല്ലെ. അപ്പൊ ഇത് 3/8 ഭാഗം കളർ ചെയ്തു. ഇതാണെങ്കിലോ 1/4 ഭാഗം കളർ ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടണം. അപ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലെ. ഇപ്പൊ എന്താണ് പ്രശ്നം? നമുക്ക് ഇവിടെയാണെങ്കിൽ സെയിം ആയിരുന്നു ഡിനോമിനേറ്റർ, ഇവിടെ ആണെങ്കിൽ സെയിം അല്ല അല്ലെ. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ സെയിം അല്ല. ഇവിടെയും 8 ആയിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ 3ഉം 1ഉം തമ്മിൽ കൂട്ടാമായിരുന്നു അല്ലെ. അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ സർക്കിളിനെ ഇവിടെ 4 കഷ്ണമാണ് ആക്കിയത് അല്ലെ. ഇത് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് 8 കഷ്ണാക്കിയാൽ എന്ത് സംഭവിക്കും? ഇതിനെ 8 കഷ്ണാക്കി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പൊ നോക്കിയേ, ഇതിനെ ഞാൻ 8 കഷ്ണാക്കി, തുല്യമായ 4 കഷ്ണം 8 കഷ്ണാക്കി. ഇപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം? ഇവിടെ നോക്കിയാൽ 8 കഷ്ണമാക്കിയതിൽ 2 കഷ്ണത്തിന് അല്ലെ, 2 ഭാഗത്തിനാണ് ഞാൻ കളർ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നേരത്തെ 4 കഷ്ണമാക്കിയത് ഒരു ഭാഗം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇതിനെ 8 കഷ്ണമാക്കിയപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 8 കഷ്ണമാക്കിയത് 2 ഭാഗത്തെയാണ് നാം കളർ ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെന്ത് എഴുതാം? ഇതിന് നമുക്ക് 1/4 നമുക്ക് മാറ്റിയിട്ട് എന്തെന്ന് എഴുതാൻ പറ്റും? 2/8 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ 1/4 എന്നുള്ളത് ഇതിന് പകരം മാറ്റി എന്ത് എഴുതി? 2/8 എന്ന് എഴുതി. ഇനി ഇതെത്രയാണ്? ഇത് 3/8 എന്നല്ലേ, അതിനൊരു മാറ്റമില്ല, പ്ലസ് 3/8. അപ്പൊ നമുക്ക് ഞാൻ എളുപ്പം കൂട്ടാലോ. ഇത് സെയിം ആയി അല്ലേ. അപ്പൊ നമുക്ക് 3ഉം 2ഉം 5, 5/8 എന്ന് എഴുതാം.
അപ്പൊ 5/8 ഭാഗത്തിനാണ് നാം കളർ കൊടുത്തത്. അതായത് നോക്കിയാൽ ഈ ഫിഗറും ഈ ഫിഗർ നമ്മൾ വെട്ടി ഒട്ടിക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എത്ര ഭാഗം വരും? മൊത്തം ഇത്ര ഭാഗത്തിന് കളർ വന്നു അല്ലേ. ഇത്ര ഭാഗത്തിന് കളർ കിട്ടി. അപ്പൊ ഇത്ര ഭാഗം കളർ ചെയ്തു അല്ലേ. അതായത് ഈ ഭാഗവും കൂടി കൂടിച്ചേരുമ്പോൾ നമുക്ക് എത്ര വന്നു? ഇത്ര ഭാഗം കളർ കിട്ടി അല്ലേ. അപ്പൊ ഇത് എത്ര ഭാഗമായിരിക്കും? ഈ സർക്കിളിന്റെ 5/8 ഭാഗം. അപ്പൊ നാം ഇവിടെ എന്താണ് ചെയ്തത്? നാം ഇവിടെ 1/4 എന്നുള്ളത് ഇത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നും കൂടി ഇതേപോലെ കട്ട് ചെയ്തു. 8 കഷ്ണാക്കി അല്ലെ. 8 കഷ്ണാക്കിയാൽ നമ്മൾ എന്ത് എഴുതി? 8 കഷ്ണാക്കിയതിൽ 2 ഭാഗം. അപ്പൊ നമ്മൾ ഇതിന് 2/8 എന്ന് എഴുതി. പിന്നെ ഇത് അതേപോലെ തന്നെ എഴുതി 3/8. അപ്പൊ നമുക്ക് 5/8 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് നോക്കിയാൽ ഈ ഫിഗർ ഇല്ലാതെ, ഈ ചിത്രം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റും. നോക്കിയാൽ ഇവിടെ 1/, ഈ ചിത്രം ഇല്ല. ഇത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ 1/4 3/8 തമ്മിൽ കൂട്ടണമെങ്കിൽ നാം എന്ത് ചെയ്തു? നമുക്ക് 2/8 എന്ന് എഴുതി അല്ലേ. അപ്പൊ നാം ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ 8ഉം ഇവിടെ 4ഉം. അപ്പൊ 4നെ നമ്മൾ 8 ആക്കി. 4നെ എങ്ങനെയാണ് 8 ആക്കിയത്? 4നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 ആവും അല്ലെ. അപ്പൊ 4നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലുള്ളതിനും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പൊ മുകളിലുള്ളതിനെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നോക്കിയേ, 1 × 2 2, 4 × 2 8. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2/8 എന്ന് എഴുതി, പിന്നെ 3/8 അതേപോലെ എഴുതി. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, 1/2 പ്ലസ് 1/4. ഇത് നമ്മൾ എങ്ങനെ കൂട്ടും? ഇതേപോലെ ഒന്ന് കൂട്ടി നോക്കിയേ. ഇവിടെ വ്യത്യാസം അല്ലേ, ഇവിടെ ഛേദം വ്യത്യാസം, അതുകൊണ്ട് തമ്മിൽ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ 4ലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 1/2നെ നമുക്ക് 1 × 2 2/2 × 2 4. അപ്പൊ ഇതിനെ നമ്മൾ 2/4 എന്ന് എഴുതി, പ്ലസ് 1/4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3/4. അപ്പൊ ഇവിടെ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സാധനത്തിന്റെ പകുതി അല്ലെ. 4 ഭാഗമാക്കിയതിൽ 2 ഭാഗം എടുത്തു. അങ്ങനെ പറഞ്ഞാലും 2 ഭാഗമാക്കിയതിൽ 1 ഭാഗം എടുത്തു. അങ്ങനെ പറഞ്ഞാലൊക്കെ സെയിം തന്നെയാണ് അല്ലെ. അതായത് അര ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ആക്കിയോണ്ട് ഇതിനൊരു വ്യത്യാസം വരുന്നില്ല. സംഖ്യകൾ മാറി എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറെ ഉദാഹരണം നോക്കിയേ. 2/3 2/3 പ്ലസ് 1/6. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ കൂട്ടും? ഇതേപോലെ നമുക്ക് കൂട്ടാൻ അറിയാം അല്ലെ. ഇവിടെ 3, ഇവിടെ 6. 3നെ എന്ത് ചെയ്യണം? 6 ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയും? 2 × 2 4, 4/3 × 2 6. അപ്പൊ നമ്മൾ 2/3നെ 4/6 എന്ന് എഴുതി, പ്ലസ് 1/6. അപ്പൊ എന്ത് കിട്ടി? 5/6. ഓക്കെ, ഇനി നമുക്ക് വേറെ ടൈപ്പിലുള്ള കുറച്ച് ഭിന്നസംഖ്യകൾ കൂടി ഒന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കിയാൽ 1/4 പ്ലസ് 2/5. ഇവര് തമ്മിലൊന്ന് കൂട്ടണം. നമ്മൾ എങ്ങനെ കൂട്ടും? നമുക്കറിയാം, നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം? ഇത് 2 സെയിം ആണെന്ന് നോക്കണം. അപ്പൊ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേ ഛേദം തന്നെ എഴുതാം അല്ലെ. എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടിയിട്ടാൽ മതി. നമ്മൾ പഠിച്ചു. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഇതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കണം അല്ലെ. നമ്മൾ നേരത്തെ അതാണ് ചെയ്തത്. അപ്പൊ നോക്കിയാൽ 4നെ നമ്മൾ ഏതെങ്കിലും കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 2 കൊണ്ട് ഗുണിച്ച് 5 ആവോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് 5നെ 4 ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മാറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം, എന്തായാലും ഭിന്നസംഖ്യയിൽ തമ്മിൽ കൂട്ടുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് വേണം? ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മളിവിടെ സെയിം ആക്കണം. അപ്പൊ അതെങ്ങനെ നമ്മൾ സെയിം ആക്കാം? അപ്പൊ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, പിന്നെ ഞാൻ ഒരു എളുപ്പപ്പണിയും പറഞ്ഞുതരാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 4 ആണല്ലോ, ഇവിടെ 5 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20 അല്ലെ. അപ്പൊ ഒരു 3, 4, 5 ആണ് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 5ന്റെ ഗുണിതങ്ങൾ എഴുതാം. മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20 അല്ലെ. 5 × 5 25, അങ്ങനെ പോകും. ഇനി ഇത് രണ്ടിലും പൊതുവായിട്ടുള്ളത് ആരും നോക്കിയാൽ, രണ്ടിലുള്ള ആള് 4 ഇല്ല, 8 ഇല്ല, 12 ഇതിലില്ല, 16 ഇതിലില്ല, 20 ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇനി ഇവിടെ നമ്മൾ പൊതുവായിട്ട് എടുക്കുന്ന ഈ ഛേദം ഏതായിരിക്കും? 20
അപ്പോൾ നമ്മൾ 20 എഴുതി. ഇനി നമ്മൾ 1/4 ഇവിടെ 4 പകരം 20 ആക്കുന്നു. അപ്പോൾ 4 എങ്ങനെയാണ് 20 ആകുന്നത്? 4 നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാലാണ് 20 ആവുക അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യുന്നതും അത് നമ്മൾ മുകളിലും ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇവിടെയും നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 5 5. അപ്പോൾ നമുക്ക് 1/4 5/20 എന്ന് നമ്മൾ മാറ്റി എഴുതി. പ്ലസ് കൂട്ടണം. ഇനി ഇവിടെ ഏതാണ്? 5 പകരം ഏത് എഴുതണം? നമ്മൾ 20 തന്നെ അല്ലേ? 20 എഴുതി. ഇനി 5 നമ്മൾ 20 ആക്കി. അപ്പൊ 5 നമ്മൾ ഏത് കൊണ്ട് ഗുണിച്ചാലേ 20 ആവാ? 5 × 4 20 അല്ലേ? 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 20 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 2 എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 × 4 8. അപ്പൊ നമ്മൾ ഇത് 2 മാറ്റി എഴുതി 5/20 എന്ന് എഴുതി, 8/20 എന്ന് എഴുതി. ഇനി നമുക്ക് എളുപ്പത്തിൽ കൂട്ടാലോ, 2 സെയിം ആയില്ലേ? അപ്പൊ 8 × 5 13/20. അപ്പൊ ഇങ്ങനെയാണ് നാം ഇത്തരം സംഖ്യകളോ ഇത്തരം ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂട്ടാം. അപ്പൊ ഇതിനുള്ളൊരു എളുപ്പപ്പണി എന്താണ്? ഇത് രണ്ടും 10 താഴെയുള്ള സംഖ്യകളല്ലേ? 10 താഴെയുള്ള സംഖ്യകളാണ് അല്ലെ? ഒന്ന് ഓഡ് നമ്പർ, ഒന്ന് ഈവൺ നമ്പർ ആണല്ലോ. ആണ്. ഒന്ന് ഇരട്ടി, ഒന്ന് ഒറ്റയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗം ഇങ്ങോട്ട് നോക്കിയേ. 1/4 പ്ലസ് 2/5 അല്ലെ? ഇതായിരുന്നു നമ്മുടെ ഭിന്നസംഖ്യകൾ. നാം എന്ത് ചെയ്യണമെന്നറിയോ? 1/4 ഇതിന്റെ ഈ ഡിനോമിനേറ്റർ 5 അല്ലേ? 5 കൊണ്ട് 2 ഗുണിക്കുക. അപ്പൊ 5 കൊണ്ട് 1 ഗുണിച്ചാൽ 5 5 കൊണ്ട് 4 ഗുണിച്ചാൽ 20. മനസ്സിലായല്ലോ? പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഇതിന് 2 ഗുണിക്കുക. 4 × 2 എത്രയാണ്? 8 4 × 5 എത്രയാണ്? 20. കണ്ടില്ലേ? അപ്പൊ ഇത് തന്നെ നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് വലിയ സംഖ്യക്കൊക്കെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് കുഴപ്പം? അപ്പൊ നമുക്ക് വേറെ വലിയ ഫ്രാക്ഷൻ കിട്ടും അല്ലെ? അതായത് സംഖ്യകൾ വലുതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ചെറുതാക്കേണ്ടി വരും. പിന്നീട് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ചെറുതാക്കി എഴുതേണ്ടി വരും. പക്ഷെ നമുക്ക് ഇതേപോലെ 10 താഴെയുള്ള രണ്ടും ഓഡ് നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും ആണെങ്കിൽ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് ഒന്നും പോകണ്ട. ഓക്കെ, നമുക്കൊരു വേറൊരു ഉദാഹരണം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ 5/8 പ്ലസ് 2/3 സീക്വൽ ടു എന്ത് വരും? ഇവിടെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നോക്കാം. ആദ്യം സെയിം ആണല്ലോ? സെയിം അല്ല അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ പോലെ ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിയേ, 8 നമുക്ക് 3 ആക്കാൻ പറ്റുമോ? പറ്റില്ല. 3 നമുക്ക് 8 ആക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ഏത് കൊണ്ട് ഗുണിച്ചാലും 3 നമുക്ക് 8 ആക്കാൻ പറ്റില്ല. 2 കൊണ്ട് ഗുണിച്ചാൽ 6 വരാം, 3 കൊണ്ട് ഗുണിച്ചാൽ 9 വരെ അല്ലെ? അപ്പൊ ആ സ്റ്റെപ്പും പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നാം ഇവിടെ പറഞ്ഞ സ്റ്റെപ്പ് എടുക്കാം. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് അല്ലെ? 3 കൊണ്ട് നമ്മൾ 2 ഗുണിക്കുക. അപ്പൊ 3 × 5 എത്ര വരും? 15 3 × 8 എത്രയാണ്? 24. പ്ലസ് അടുത്തത് എന്ത് വേണം? ഇതിന് 2 ഇതുകൊണ്ട് ഗുണിക്കുന്നു അല്ലെ? ഓക്കെ, അപ്പൊ 8 × 2 എത്രയാണ്? 16 8 × 3 എത്രയാണ്? 24. കണ്ടില്ലേ? ഇപ്പൊ സെയിം ആയില്ലേ? ഇനി എന്ത് ചെയ്യാം? 15 പ്ലസ് 16 എത്രയാണ്? 31 പ്ലസ് 24. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല അല്ലെ? രണ്ടിലും പോകുന്ന സംഖ്യകളില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെയും അതേപോലെ തന്നെ നമുക്ക് ചെറിയ രൂപത്തിലേക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം, 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം അല്ലെ? അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് ആദ്യം എഴുതി നോക്കാം. 8 2 × 8 16 3 × 8 24 4 × 8 32 അല്ലെ? 5 × 8 40 അല്ലെ? അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് 3ന്റെ നോക്കാം. 1 × 3 3 2 × 3 6 3 × 3 9 4 × 3 12 5 × 3 15 6 × 3 18 അല്ലെ? അപ്പൊ നമ്മൾ IH എണ്ണം വെച്ച് എഴുതി അല്ലെ? പക്ഷെ ഇത് രണ്ടിലും എന്താണ്? കോമൺ ആയിട്ട് ആരും ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കുറച്ചും കൂടി എഴുതി നോക്കാം. ഇപ്പൊ എത്രയാണ്? 6 × 3 18 7 × 3 21 8 × 3 24. കണ്ട? 8 × 3 24. അപ്പൊ ഇവിടെ നോക്കിയാൽ 24 വന്നു. ഒന്നുകിൽ നമുക്ക് 2 3 എഴുതുമ്പോൾ തന്നെ കോമൺ ആയിട്ട് കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എഴുതി നോക്കണം. അപ്പൊ നമുക്ക് 24 കിട്ടിയല്ലോ. 24 കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 24 നമ്മൾ കോമൺ ആയിട്ട് എഴുതി. പിന്നെ എന്ത് ചെയ്തു? 8നെ നമ്മൾ 24 ആക്കി. 8നെ 24 ആക്കി ഏതുകൊണ്ട് ഗുണിച്ചപ്പോഴാണ്? 3 × 8 24 അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 5നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 15 കിട്ടി. ഇനി നമുക്ക് ഇതിനെ 2 3 3ന് പകരം 24 എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3നെ ഏതുകൊണ്ട് ഗുണിച്ചാലോ 24 കിട്ടുക? 8 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ? 8 × 3 24. അപ്പൊ നമ്മൾ ഇതിനെയും 8 കൊണ്ട് ഗുണിച്ചു. 8 × 2 16. മനസ്സിലായല്ലോ? അതല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം.
അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 എടുക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 എടുക്കുക. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് വേഗം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. ഇവിടെ നോക്കിയാൽ 2 സർക്കിളുകൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ സർക്കിളിൽ കുറച്ച് ഭാഗം കളർ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സർക്കിളിലും കുറച്ച് ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ സർക്കിളിലും എത്ര ഭാഗം വെച്ചാണ് കളർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം പറയാം. പിന്നെ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ കൂടി കൂട്ടി കഴിഞ്ഞാൽ, അതായത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ഭാഗം കളർ ചെയ്തു എന്നും നമ്മൾ പറയണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലെ, അതേ രൂപത്തിലുള്ള ഒരു ചോദ്യം. അപ്പൊ ആദ്യത്തെ ഫിഗർ നോക്കിയേ. ആദ്യത്തെ ഫിഗറിൽ 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? ഒരു ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/3. 1/3 ഭാഗം നമ്മൾ ആദ്യത്തേൽ കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. പ്ലസ് ഇനി രണ്ടാമത്തേൽ എത്ര കളർ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ, എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? രണ്ടാമത്തത് 12 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 12 ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? 5 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5/12. അപ്പൊ ആദ്യത്തിൽ 1/3 ഭാഗം, അടുത്തതിൽ 5/12 ഭാഗം, 12 ഭാഗം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആവണം. ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ഫ്രാക്ഷൻ കൂട്ടണമെങ്കിൽ ഈ രണ്ടും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആവണം. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയത്. സെയിം അല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മാർഗം എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് സെയിം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ ഇതിനെ ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ 3നെ നമുക്ക് 12ലേക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാം? 3നെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12 ആവണം അല്ലെ. നമുക്കിവിടെ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ആ 4 കൊണ്ട് ഇതിനെയും ഗുണിക്കണം. 1 × 4 എത്ര വരും? 4/3 × 4 12. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 1/3നെ 4/12 എന്ന് മാറ്റി എഴുതി. എന്തിനു വേണ്ടിയിട്ട് എഴുതിയത്? നമുക്കിത് രണ്ടും സെയിം ആകാൻ വേണ്ടി. ഇപ്പൊ സെയിം ആയില്ലേ? സെയിം ആയി അല്ലെ. പ്ലസ് അപ്പൊ നമുക്ക് ഇനി കൂട്ടാൻ പോകും. നമ്മൾ 5/12 നമ്മൾ അതേപോലെ ഇട്ടു. 5/12 നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും? സാധാരണ കൂട്ടുന്ന പോലെ കൂട്ടാം അല്ലെ. സെയിം ആയില്ലേ? 5 × 4 9/12. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി അല്ലെ. പക്ഷെ ഇവിടെ നോക്കിയാൽ 9/12 അതിന് നമുക്ക് വീണ്ടും ചുരുങ്ങിയ ചെറിയ രൂപത്തിലേക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? നമ്മള് 3, 9, 12 അല്ലെ. രണ്ടിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് അല്ലെ. 3ന്റെ ടേബിളിൽ 9 ഉണ്ട് 12 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 3 9 അല്ലെ. അപ്പൊ 3/12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 4 അല്ലെ. അപ്പൊ നമുക്ക് 9/12നെ 3/4 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ ഈ സർക്കിളിന്റെ മൊത്തം 3/4 ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ വേണമെങ്കിൽ ഒരു കള്ളികൾ അങ്ങോട്ട് വരച്ചെടുത്തോളൂ. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത ഫിഗർ ഒന്ന് നോക്കിയേ. ആദ്യത്തെ സർക്കിളിന്റെ എത്ര ഭാഗം കളർ ചെയ്ത് എത്ര ഭാഗം ആക്കിയിട്ടുണ്ട്? മൊത്തം 6 ഭാഗം. അതിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? ഒരു ഭാഗം അല്ലെ. അപ്പൊ നമുക്കിവിടെ 1/6 6 ഭാഗമാക്കിയത് ഒരു ഭാഗം. പ്ലസ് രണ്ടാമത്തെ സർക്കിൾ നോക്കിയേ. മൊത്തം 4 ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 3/4 4 ഭാഗമാക്കിയതിൽ 3 ഭാഗം കളർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? നമ്മൾ എങ്ങനെ കൂട്ടണം? നമുക്കറിയാം ഇത് സെയിം അല്ല അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണെന്ന് നോക്കാം. അപ്പൊ സെയിം അല്ല. ഓക്കെ, അത് പോയി. ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും നോക്കാം. 6നെ നമുക്ക് 4ലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. ഓക്കെ, ഇനി 4നെ 6ലേക്ക് മാറ്റാൻ പറ്റുമോ? 4നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് 4നെ നമുക്ക് 8 6 ആക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഞാൻ പറഞ്ഞു ഇത് രണ്ടും കോമൺ അല്ലെ, സെയിം ആയാൽ മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 6ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക, 4ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക അല്ലെ. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6ന്റെ മൾട്ടിപ്പിൾസ് 1 × 6 6, 2 × 6 12, 3 × 6 18 അല്ലെ, 4 × 6 24 അല്ലെ. അപ്പൊ ഒരു 4 5 എഴുതാം. അതിനുശേഷം അടുത്ത എഴുതി നോക്കാം നമുക്ക്. ഇനി 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരും? 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16. വേണ്ട. അപ്പൊ ഇത് എഴുതിയപ്പോൾ തന്നെ നമുക്ക് 2 സംഖ്യകൾ കിട്ടിയാലോ കോമൺ ആയിട്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ എഴുതി പോകണ്ട. അത് നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇതേപോലെ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, പൊതുവായ ഏതെങ്കിലും സംഖ്യ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കോ. ഇവിടെ നമുക്ക് ഏതാണ് പൊതുവായിട്ട് ഇതിലുള്ളത്? 12 രണ്ടിലും ഉണ്ട് അല്ലെ. അപ്പൊ 12. അപ്പൊ 12 നമ്മുടെ പുതിയ ആരായിട്ട് വരുന്ന ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ 12 സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ 12 എഴുതി. ഓക്കെ, ഇപ്പൊ നമ്മൾ 1/6നെ നമ്മൾ ഇതിന്റെ 6ന് പകരം 12 എഴുതി. അങ്ങനെയാണെങ്കിൽ 6നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 12 ആവുന്നത്? 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ. 6നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 1നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം വേണ്ടേ. അപ്പൊ 1 × 2 2.
അപ്പൊ 1/6 നമ്മൾ 2/12 എന്ന് എഴുതി. മനസ്സിലായല്ലോ? ഓക്കെ. പ്ലസ് ഇനി ഇതിനെ നോക്കുമ്പോൾ ഇതിനെ 4ന് പകരം എന്ത് എഴുതണം? 12 എഴുതണം അല്ലേ? 12 എഴുതി. ഇനി ഇവിടെ നോക്കിയേ, 4ന് നമ്മൾ 12 ആക്കി. 4ന് എങ്ങനെയാണ് 12 ആയത്? 4 നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 ഇട്ടത് അല്ലെ? 4 × 3 12. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഈ 3നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 × 3 9. അപ്പൊ 3/4 നാം 9/12 എന്ന് എഴുതി. ഇപ്പൊ രണ്ടും സെയിം ആയല്ലോ? സെയിം ആയി അല്ലേ? ഇനി നമുക്ക് എളുപ്പം കൂട്ടിക്കൂടെ? 2ഉം 9ഉം 11/12. ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ 11/12 നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ഒന്ന് ഓഡ് നമ്പർ, ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ പറ്റും, പക്ഷേ ഇതിനെ പറ്റില്ല അല്ലെ? ഇനി 3 കൊണ്ടോ? ഇതിനെ പറ്റില്ല, ഇതിനെ പറ്റും അല്ലെ? അപ്പൊ അതായത് നമുക്ക് രണ്ടിനെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇതേ രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കള്ളി അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്ത ഫിഗർ ഒന്ന് നോക്കിയേ. മൊത്തം 5 ഭാഗമാക്കി അതിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3/5. 5 ഭാഗമാക്കി അതിൽ 3 ഭാഗം കളർ ചെയ്തു. പ്ലസ് അടുത്ത ഫിഗറിലോ മൊത്തം എത്ര ഭാഗമാക്കി? 8 ഭാഗമാക്കി. അതിൽ എത്ര ഭാഗമുണ്ട്? 3 ഭാഗം അല്ലെ? അപ്പൊ നമുക്ക് 3/8. 8 ഭാഗമാക്കിയതിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ? പക്ഷെ ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്റർ സെയിം ആണ്. പക്ഷെ ഇത് ന്യൂമറേറ്റർ സെയിം ആണോ അല്ലയോ എന്ന് നമ്മുടെ ഒരു വിഷയമല്ല. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ 5ഉം 8ഉം ആണ് അല്ലെ? 5ഉം 8ഉം നമുക്ക് ഇത് സെയിം അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 5നെ നമുക്ക് 8 ആക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഏത് കൊണ്ട് ഗുണിച്ചാലും 8 ആവില്ല. അല്ലെങ്കിൽ 8നെ നമുക്ക് 5 ആക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ 5ന്റെ മൾട്ടിപ്പിൾസ് എടുക്കാം അല്ലെ? അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് 5, 2 × 5 10, 3 × 5 15, 4 × 5 20, 5 × 5 25 അല്ലെ? ഒരു 4 5 എണ്ണം എഴുതി. ഇനി 8ന്റെ എടുത്ത് നോക്കിയേ. 1 × 8 8, 2 × 8 16, 3 × 8 24, 4 × 8 32, 5 × 8 40 അല്ലെ? ഇതില് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ രണ്ടിലുള്ളത്? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കുറച്ചും കൂടി കാണേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് 40 വരെ എത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ കാണാം. ഇത് 40 വരെ ഓൾറെഡി എത്തിയിട്ടില്ല. ഇതല്ലേ വലുതായി കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാണാം. 20 കഴിഞ്ഞാൽ 25, അടുത്തെന്താണ്? 30 അല്ലെ? പിന്നെ 35, പിന്നെ 35 പിന്നെ 40 അല്ലെ? 40. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി ഏതാ കിട്ടിയത്? രണ്ടിലും കോമൺ ആയിട്ട് 40 കിട്ടി അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് 40 എഴുതി. പുതിയ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ 40 എഴുതി. ഇനി 5നെ നമ്മൾ 40 ആക്കി അല്ലെ? 5നെ 40 ആക്കാന്ന് പറയുമ്പോൾ 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 40 ആവുന്നത്? 8 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ? 5 × 8 40. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെയും 8 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 3 × 8 24. അപ്പൊ 24/40 എന്ന് എഴുതി. പ്ലസ് ഇവിടെ നമ്മൾ 8ന് പകരം 40 എന്ന് എഴുതി. 8നെ ഏത് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക? 8നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ? 8നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 × 5 40. അപ്പൊ ഇവിടെയും നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു. 3 × 5 15. ഇപ്പൊ രണ്ടും സെയിം ആയല്ലോ? ആയി. ഇനി 24 പ്ലസ് 15 എത്ര കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ? 39/40. 39/40 എന്ന് കിട്ടി. പക്ഷെ ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല. കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിനെ പറ്റില്ല, ഇതിനെ പറ്റും അല്ലെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിനെ പറ്റും, ഇതിനെ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ പൊതുവായിട്ട് 1 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതേ ഉത്തരം തന്നെ എഴുതാം. അപ്പൊ ഇത് ചെയ്യാൻ ഞാൻ വേറൊരു എളുപ്പപ്പണി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ നോക്കിയാൽ 3/5 പ്ലസ് 3/8 അല്ലെ? അപ്പൊ ഇതിനെ മാറ്റാൻ നാം എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഈ 8 കൊണ്ട് 2 എണ്ണത്തിനെയും ഗുണിക്കുക. മനസ്സിലായല്ലോ? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു നിർത്തിയത്. 8 കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പൊ 8 × 3 24/8 × 5 40. അപ്പൊ നമ്മൾ ഇതിനെ എന്താക്കി എഴുതി? 24/40 എന്ന് എഴുതി. പ്ലസ് ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഗുണിക്കുക. മനസ്സിലായി? ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പൊ 5 × 3 എത്രയാണ്? 15/5 × 8 എത്രയാണ്? 40. കണ്ടില്ലേ? അപ്പൊ 24/40 പ്ലസ് 15/40 എന്ന് കിട്ടി. അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സൂത്രപ്പണി ഉണ്ട്. അത് നിങ്ങൾ തൽക്കാലം 10ന് താഴെയുള്ള 2 ഓഡ് നമ്പർ വന്നാലും അല്ലെങ്കിൽ 10ന് താഴെയുള്ള ഒരു ഓഡ് നമ്പർ, ഒരു ഈവൺ നമ്പർ വന്നാലും ഇതേപോലെ ചെയ്യാം. ഇനി വേറെ സംഖ്യകൾ വന്നാലും ചെയ്യാം. പക്ഷെ എന്താണ് അവിടെ ഒരു കുഴപ്പം? നമുക്കിങ്ങനെ കിട്ടുന്ന ഉത്തരം കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ രൂപത്തിൽ എഴുതേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഇതേ രൂപത്തിൽ ചെയ്യാം, ഇതേ രൂപത്തിൽ ചെയ്യേണ്ടവർ ഇതേ രൂപത്തിൽ ചെയ്യാം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം.
ഓക്കെ, 1/4 പ്ലസ് 1/8 അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച് ഇതൊക്കെ നന്നായി ചെയ്ത് പഠിച്ചു. നമ്മളിപ്പോ നോക്കിയേ, സെയിം അല്ലെങ്കിൽ എന്ത് വേണം അടുത്ത സ്റ്റെപ്പ്? സെയിം ആക്കാൻ പറ്റുമോ നോക്കണം അല്ലെ. 2 4 നമുക്ക് 8 ആക്കാൻ പറ്റുമല്ലോ? പറ്റും. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ ആയല്ലോ? ആയി അല്ലെ. അപ്പൊ നമ്മൾ 1 × 2 2 ബൈ 4 × 2 8 പ്ലസ് 1/8 നമ്മൾ അതേപോലെ എഴുതുന്നു. അപ്പൊ എന്ത് വരും? 2 1 3/8. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ, എന്താണ്? 3/4 പ്ലസ് 1/6. ഓക്കെ, ഇവിടെ സെയിം അല്ല അല്ലെ. ഇനി 4 നമുക്ക് 6 ആക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. 6 4 ആക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ചെയ്യേണ്ട മാർഗം ഇതിന്റെയും മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16 അല്ലെ. ഒരു 3 4 എഴുതാം. ഇനി നോക്കിയേ 6ൻ്റെത്. 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24 അല്ലെ. അപ്പൊ ഇത്ര എഴുതിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? കോമൺ ആയിട്ട് ഇതേ 12 രണ്ടിനും ഉണ്ട് അല്ലെ. അപ്പൊ ഈ 12ന് നാം എന്താക്കി എടുക്കാം? പുതിയ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മളിവിടെ 12 എഴുതി. ഇനി 4നെ നമ്മൾ 12 ആക്കി. എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 ആവുക? 3 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ. അപ്പൊ 4 × 3 ആണ് 12. അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമ്മൾ എന്ത് വേണം? 3 കൊണ്ട് ഗുണിക്കണം. 3 × 3 9. അപ്പൊ നമുക്ക് 9/12 എന്ന് എഴുതി. പ്ലസ് ഇനി 6ന് പകരം നമ്മൾ 12 എന്ന് എഴുതി. 6ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുക? 6ന് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. 6 × 2 12. അപ്പൊ നമ്മൾ 1ന് എന്ത് ചെയ്യണം? 1നെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. 1 × 2 2. ഇപ്പൊ 2 സെയിം ആയില്ലേ? ഓക്കെ, 9ഉം 2ഉം 11/12. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതേപോലെ കിടന്നോട്ടെ. ഇനി മൂന്നാമത്തെ നോക്കിയേ, 1/3 പ്ലസ് 2/5. അപ്പൊ ഇവിടെ സെയിം അല്ല അല്ലെ. സെയിം അല്ല. ഇനി 3നെ നമുക്ക് 5 ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സൂത്രപ്പണി വിട്ടു അല്ലെ. ഇവിടെയും നമുക്ക് അത് പറ്റും. പക്ഷെ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതിന്റെ ഇരട്ടിയായിരിക്കും. മനസ്സിലായില്ല? ഇതിന്റെ ഇരട്ടിയായിരിക്കും ഉത്തരം. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം 22/24 എന്നായിരിക്കും. അപ്പൊ നമ്മതിനെ ചെറുതാക്കിയിട്ട് ഇതേ രൂപത്തിൽ എഴുതണം. അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 3ഉം 5ഉം ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5 കൊണ്ട് ഇതിനെ രണ്ടിനെയും ഗുണിക്കാം അല്ലെ. അപ്പൊ 5 കൊണ്ട് 1നെ ഗുണിച്ചാൽ 5 ബൈ 5 കൊണ്ട് 3നെ ഗുണിച്ചാൽ 15. അപ്പൊ നമ്മൾ 1/3നെ 5/15 എന്ന് എഴുതി. ഇനി 2/5ന് എന്ത് എഴുതണം? ഈ 3 കൊണ്ട് ഗുണിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ 2 × 3 6 ബൈ 3 കൊണ്ട് 5നെ ഗുണിച്ചാൽ 15. കണ്ടോ? അപ്പൊ 2 സെയിം ആയി അല്ലെ. ഇനി 5ഉം 6ഉം 11/15. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതാ. 3 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15 അല്ലെ. ഓക്കെ, ഇനി 5ന്റെ മൾട്ടിപ്പിൾസ് ഏതോ? 5 10 15 20 അങ്ങനെ പോകുന്നു അല്ലെ. ഇവിടെ കോമൺ ഏതാ? കോമൺ 15 അല്ലെ. അപ്പൊ നമുക്ക് 15 കിട്ടി. കണ്ടില്ലേ? 15 കിട്ടി. ഈ 15ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ നമ്മൾ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15. അപ്പൊ നമ്മൾ 1നെ 5 കൊണ്ട് ഗുണിച്ചാലും 15 അല്ലെ. ഇനി ഇവിടെ 15 എഴുതിയപ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15. അപ്പൊ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6. അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് 4ാമത്തെ ചോദ്യം? 1/2 പ്ലസ് 2/5 = ഇവിടെ നമുക്ക് സെയിം ആക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂത്രപ്പണിയിൽ എങ്ങനെ ചെയ്യാം? 5 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക. അപ്പൊ 5 കൊണ്ട് 1നെ ഗുണിച്ചാൽ 5 ബൈ 5 കൊണ്ട് 2നെ ഗുണിച്ചാൽ 10 പ്ലസ് ഇനി നമ്മൾ ഇതുകൊണ്ട് ഇതിനെ ഓരോന്നിനെ ഗുണിക്കാം. 2 × 2 4 ബൈ 2 × 5 10. അപ്പൊ നമ്മൾ 5/10 എന്ന് എഴുതി. 2/5നെ 4/10 എന്ന് എഴുതി. സീക്രട്ട് എന്ത് വരും? 5ഉം 4ഉം 9/10. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ 2ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 4 6 8 10 അല്ലെ. ഇതാണ് 2ന്റെ മൾട്ടിപ്പിൾസ്. 5ന്റെ മൾട്ടിപ്പിൾസോ? 5 10. ആണ്ടാ 10 ഇപ്പൊ തന്നെ വന്നു അല്ലെ. അപ്പൊ ഇനി വേറെ ഒന്നും എഴുതണ്ട, നമ്മൾ 10 തന്നെ പിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10 എഴുതി. ഇനി 2നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടാ? 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടി. കണ്ടില്ലേ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 5ന് പകരം 10 എഴുതി. അപ്പൊ നമ്മൾ 5നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 10 കിട്ടി അല്ലെ. അപ്പൊ 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ്? 2/3 പ്ലസ് 1/5.
ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ 5 ആണ് അല്ലേ? അപ്പൊ 5 കൊണ്ട് 2നെയും ഗുണിച്ചു കൊടുത്തോ. 2 × 5 10 ബൈ 3 × 5 15 പ്ലസ് ഇതുകൊണ്ട് 2നെയും ഗുണിച്ചു കൊടുത്തോ. 1 × 3 3 ബൈ 3 × 5 15. കണ്ടില്ലേ? അപ്പൊ 10 3 13 ബൈ 15. ഇതിനൊന്നും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതേ രൂപത്തിൽ ഇടുന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ ഗുണിതം കണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3 6 9 12 15 അങ്ങനെ പോകുന്നു അല്ലെ 3ന്റെ ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതങ്ങളോ? 5 10 15. ഇപ്പൊ ഇവിടെ 15 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 15നെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ 15 എഴുതാം. ഇനി 3നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ? അപ്പൊ 2നെയും നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടി. ഇനി 5നെ നമ്മൾ 15 എഴുതി. ഏത് കൊണ്ട് ഗുണിച്ചാലാണ്? 3 കൊണ്ട് ഗുണിച്ചാൽ. അപ്പൊ നമ്മൾ 1നെയും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പൊ ഏത് സംഖ്യയും നമുക്ക് ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും. പക്ഷെ എന്താണ്, ഈ സംഖ്യ ഇതിനേക്കാൾ വലിയ ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിനെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞ് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇത്രയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.